ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിസ് ബാങ്കിൽ എങ്ങനെയാണ് ഡെപ്യൂട്ടി മാനേജർ ആവാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഏറ്റവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഇതിന്റെ ഹയറിംഗ് പ്രോസസ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ 299 രൂപ, GST ഉൾപ്പെടെ 299 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഓൺലൈനിലായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നിങ്ങൾ എഴുതണം. അപ്പൊ ഈ അസസ്മെന്റ് ടെസ്റ്റിൽ നിങ്ങൾ എഴുതി അത് ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്നത് ഒരു 2 സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ ആണ്. നോർമൽ ഏതൊരു ജോലിയിൽ നിങ്ങൾ പോവുകയാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ 2 സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾക്കത് കുറെ പേർക്കെങ്കിലും അറിയുമായിരിക്കും. അത്യാവശ്യം നല്ല കമ്പനീസിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ 2 സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് കരിയർ 24/7 പാനൽ ആയിട്ടാണ് ഇന്റർവ്യൂ നടക്കുക. കരിയർ 24/7 പാനലായിട്ട് ഇന്റർവ്യൂ നടക്കുന്നു. അഗെയിൻ അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ആണ്. നെക്സ്റ്റ് ഇന്റർവ്യൂ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ആയിട്ടാണ്. അപ്പൊ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂല് ക്ലിയർ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കൈ കിട്ടും. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് 4 മൊഡ്യൂൾ ആയിട്ടാണ്. ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് 2 മാസത്തെ എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ജോലിയിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് ഉണ്ട്. ആ ജോലിയിൽ പെട്ടെന്ന് നാളെ തന്നെ റിസൈൻ ചെയ്തിട്ട് വരാൻ പറ്റില്ല. ഒരു നോട്ടീസ് പീരീഡ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടീസ് പീരീഡ് മറ്റൊരു കമ്പനിയിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ഓൺലൈൻ ആയിട്ടാണ് തരുന്നത്. അഗൈൻ അത് കഴിഞ്ഞിട്ടാണ് പൂനെയിലേക്ക് ക്യാമ്പസ് മോഡ്. അത് 2 മാസം പൂനെയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. പക്ഷെ ആ 2 മാസം നിങ്ങൾ ജോലി കഴിഞ്ഞ് വിട്ടിട്ട് വന്നാണ് എന്ത് ചെയ്യും അങ്ങനെ ടെൻഷൻ വേണ്ട. 2 മാസത്തേക്ക് 30,000 രൂപ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് പോലെ തരും. അത് കഴിഞ്ഞ് അടുത്ത 2 മാസത്തേക്ക് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ തന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട്. 2 മാസം ഇന്റേൺഷിപ്പ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 40,000 രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. 40,000 രൂപ സാലറി ആയി കിട്ടും. അത് കഴിഞ്ഞ് എഗെയിൻ നിങ്ങൾക്ക് എന്തായിരുന്നു 6 മാസം ട്രെയിനിങ് ഉണ്ടാവും. ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ തന്നെയാണ് നിങ്ങൾക്ക് 6 മാസത്തെ ട്രെയിനിങ് വരുന്നത്. അങ്ങനെ 6 മാസത്തെ ട്രെയിനിങ് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ വരുന്നത്. ഇനി അടുത്തത് എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് 6 മാസത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 6 മാസത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ 6 മാസത്തെ ബാങ്കിങ്ങിൽ തന്നെ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് യാതൊരു നിർബന്ധമില്ല. ബാങ്കിങ്ങിൽ തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ബാങ്കിങ്ങിലാവാം. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇനി ബാങ്കിങ്ങിലല്ല ലൈക്ക് ഇപ്പൊ നമ്മള് ഏതെങ്കിലും സെയിൽസിലോ സർവീസസിലോ ഏതെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതിയാവും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് മതിയാവും. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത്. നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ആണ്, മിനിമം ഒരു ഡിഗ്രി ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ മിനിമം ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഓഫ് കോഴ്സ് എന്തായിരുന്നു മാർക്ക് 50%. ഇപ്പോ എല്ലാവർക്കും തന്നെ ഒരു ഡിഗ്രിക്കാർക്കൊക്കെ ഒരു 50% മാർക്കൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതൊരു വലിയ ടാസ്ക് ഒന്നുമല്ല. ഇനി ഏജ് ലിമിറ്റ് എത്രയാണ്? 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് അങ്ങനെ നമ്മൾ ഏജ് ലിമിറ്റ് ആയി. ഏജ് ലിമിറ്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇനി അടുത്ത ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ യെസ് ഏജ് ലിമിറ്റ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഏജ് ലിമിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. യെസ് ഇനി ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഗ്രോത്ത് നിങ്ങളൊരു ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് കയറുന്നത്. അവിടെ നിന്ന് മാനേജർ ആയിട്ട് നിങ്ങൾ പ്രൊമോഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് സീനിയർ മാനേജർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു.
അഗൈൻ അത് കഴിഞ്ഞിട്ട് മിഡിൽ മാനേജ്മെന്റും സീനിയർ ലീഡർഷിപ്പും ഹെഡ് വരെ ആവാനുള്ള ചാൻസസ് ആണ് ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഹെഡ് വരെ ആവാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ട്. ഇനി ഇതിന്റെ ഫീസ് എത്രയാണ് വരുന്നത്? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത് അറിയാനുള്ളത് ഇതിന്റെ ഫീസാണ്. ഫീസ് നമുക്ക് മുഴുവൻ എമൗണ്ട് അപ്പൊ തന്നെ കൊടുക്കണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം 25,000 രൂപയാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, നിങ്ങൾക്ക് ആദ്യം 25,000 രൂപ കൊടുക്കുന്നു. 25,000 രൂപ കൊടുത്ത് ബാക്കിയുള്ള എല്ലാ പൈസയും നിങ്ങൾ EMI ആയിട്ട് അടച്ചാൽ മതി. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ 6 മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ ലൈക്ക് ഇവിടെ കൊറിയർ ഇത് ആയിട്ട് അയച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമില് ജോയിൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ പഠിച്ചു, 6 മാസം നിങ്ങൾക്ക് സാലറി കിട്ടി. സാലറി കിട്ടിയിട്ട് 6 മാസത്തിന് ശേഷമാണ് ഈ ഒരു EMI ആയിട്ട് നിങ്ങൾ അടയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഒരു ഇഷ്യൂ വരുന്നില്ല. അതാണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റ് അല്ല, നിങ്ങളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പൊ വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് കാണാം. ബൈ.